ഹലോ, സ്റ്റാർട്ട് വാച്ചിങ് ലേൺ സംതിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടെ എനാബിൾ ചെയ്യണം. എല്ലാ വീഡിയോസും കാണണം. അപ്പോൾ നമ്മൾ ഇന്ന് ബ്ലോക്ക് 2 ദ നെർവസ് സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. ബ്ലോക്ക് 2-ലെ 2 യൂണിറ്റാണ്, യൂണിറ്റ് 3-യും യൂണിറ്റ് 4-ഉം. അപ്പോൾ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും ഉള്ളത്. അപ്പോൾ യൂണിറ്റ് 3 ഡീൽ ചെയ്യുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് ഡീൽ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ. In the previous unit, we looked at neurons and how they communicate with each other. In this unit, we will look at the brain and spinal cord, which are the parts of the central nervous system. The nervous system is responsible for all our behaviors and thought process. The nervous system of the human has two major divisions, namely the central nervous system and the peripheral nervous system. ഓക്കെ, അപ്പം ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ നെർവ്സ് എന്താണോ ന്യൂറോൺസ് എന്താണോ അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നെർവസ് സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ രണ്ട് മേജർ ഡിവിഷൻസ് ആണുള്ളത്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റവും ഒന്ന് പെരിഫറൽ നെർവസ് സിസ്റ്റവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ബ്രെയിനും സ്പൈനൽ കോഡും ആണ് കമ്പോസ് ചെയ്യുന്നത്. റിലേ ന്യൂറോൺസ് ആണ് അതിലുള്ളത്. പിന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ക്രാനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും പെരിഫറൽ നെർവ്സും ആണ്. പിന്നെ സെൻസറി ന്യൂറോൺസും മോട്ടോ ന്യൂറോൺസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സെഷൻസിൽ പഠിക്കുന്നുണ്ട്. The central nervous system comprises of brain and spinal cord that work together to make a behavior possible. If there is any damage to any part of the spinal cord or the brain, then it causes different kinds of physiological behavioral problems. The peripheral nervous system is further subdivided into somatic nervous system and autonomic nervous system. നമുക്കൊരു സ്പീഡായിട്ട് വായിച്ചു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് എന്തെങ്കിലും പോയിന്റ് വിട്ടു പോവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വായിച്ചുകൊണ്ട്, അതായത് ടെക്സ്റ്റ് വെച്ച് ലൈൻ ബൈ ലൈനായിട്ട് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൽ പറഞ്ഞേക്കുന്നത് നമ്മൾ പറഞ്ഞു സെൻട്രൽ നെർവസ് സിസ്റ്റം കമ്പോസ് ചെയ്യുന്നത് ബ്രെയിനും സ്പൈനൽ കോഡുമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡാമേജ് ബ്രെയിനോ സ്പൈനൽ കോഡിനോ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റിയെയും അതേപോലെ നമ്മുടെ ബിഹേവിയറിനെയും ബാഡ്ലി എഫക്റ്റ് ആവും. ഓക്കെ, പിന്നെ പറയുന്നത് അതെങ്ങനെ എഫക്റ്റ് ആവും എന്നറിയണമെങ്കിൽ ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് അറിയണം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കാണാൻ പറ്റും. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡാണ്, ഇൻ്റഗ്രേറ്റീവ് കൺട്രോൾ സെൻറ്ററാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് പെരിഫറൽ നെർവ്സും ക്രാനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും ആണുള്ളത്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ബോഡി പാർട്സും സെൻട്രൽ നെർവ്സും ഈ ബ്രെയിനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി സഹായിക്കുന്നതാണ് ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം. ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം രണ്ട് ടൈപ്പാണുള്ളത്. സെൻസറി അല്ലെങ്കിൽ അഫറൻ ഡിവിഷൻ, മോട്ടോർ അല്ലെങ്കിൽ ഇഫറൻ ഡിവിഷൻ. സെൻസറി ഒരു അഫറൻ ഡിവിഷൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് 5 സെൻസ് ഓർഗാൻസിൽ എഴുതും. അപ്പോൾ ഈ സെൻസ് ഓർഗാൻസിൽ നിന്ന് വരുന്ന സ്റ്റിമുലസിനെ റിസപ്റ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്തിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് അയക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കൊതുക് വന്ന് നിന്നു, അപ്പോൾ ഇങ്ങനെ ഒരു കൊതുക് വന്ന് നിന്നിട്ടുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് റിസപ്റ്റർ വഴി, പിന്നെ റിസപ്റ്റർ എന്ത് ചെയ്യാണ്, ഈ സെൻസറി ന്യൂറോൺസ് വഴി എങ്ങോട്ടേക്ക് പോവുകയാണ്, സെൻട്രൽ നെർവസ് സിസ്റ്റം അതായത് ബ്രെയിനിലേക്ക് പോവുകയാണ്. ഓക്കെ, പിന്നെ ഉള്ളത് മോട്ടോർ ഓർ റിഫറൻ ഡിവിഷനാണ്. മോട്ടോർ ഡിവിഷൻ എന്ന് പറയുന്നത് പിന്നെ കമ്പോസ്ഡ് ഓഫ് മോട്ടോർ ന്യൂറോൺസ് കണ്ടക്ട് സിഗ്നൽസ് ഫ്രം CNS ടു എഫക്റ്റേഴ്സ്. അതായത് ഇപ്പോൾ ഇങ്ങനെ കൊതുക് വന്നിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് അവിടെ പോയി, അപ്പോൾ ബ്രെയിനിൽ നിന്ന് പറയുകയാണ് ഇപ്പുറത്തെ കൈക്ക് മെസ്സേജ് കൊടുക്കുകയാണ്, അതിനെ അടിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പം ആ മെസ്സേജ് മോട്ടോർ ന്യൂറോൺ വഴി ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും ആ ഇഫക്റ്റ് ചെയ്ത പാർട്ടിലേക്ക്, ആ മോട്ടോർ അതായത് ആ മസിൽസിലേക്ക് ഇൻഫോർമേഷൻ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഈ മോട്ടോ ന്യൂറോൺസ് അല്ലെങ്കിൽ മോട്ടോ ഡിവിഷൻ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റവും സെൻസറി നെർവസ് സിസ്റ്റവും. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് കൺട്രോൾസ് ഇൻവളണ്ടറി റെസ്പോൺസ്. എന്താണ് ഇൻവളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ശ്വാസം ഇങ്ങനെ എടുക്കുകയും ചെയ്യുന്നുണ്ട്, പിന്നെ അതായത് ശ്വാസം ഉള്ളിലേക്ക്, അതായത് ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുന്നു. അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ നമുക്ക് കുറച്ച് സമയം ശ്വാസം പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ ആ പിടിച്ചു നിർത്തുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ്, അത് വളണ്ടറി ആക്ഷനാണ്. പക്ഷെ നമ്മൾ അറിയാതെ അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻവളണ്ടറിയാണ്. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ഒരു 2 മിനിറ്റ് ഞാൻ പിടിച്ചു വെക്കട്ടെ, നടക്കുമോ? ഇല്ല, അത് ഇൻവളണ്ടറി റെസ്പോൺസാണ്, നമ്മുടെ കയ്യിലല്ല. ഇനിയിപ്പോൾ നേരെ മറിച്ച് എനിക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകണം, അത് ഞാൻ വിചാരിക്കണം എൻ്റെ ബോഡി പാർട്സ് മൂവ് ചെയ്യണമെന്ന്, അത് വളണ്ടറി ആക്ഷനാണ്. മനസ്സിലായില്ലേ ഇൻവളണ്ടറിയും വളണ്ടറിയും തമ്മിൽ? അപ്പോൾ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻവളണ്ടറി ആക്ഷൻസിന് റെസ്പോൺസ് കൊടുക്കുന്നതാണ്. സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് വളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതാണ്.
നെക്സ്റ്റ് ഈസ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു, സിമ്പതറ്റിക് ഡിവിഷനും പാരാസിമ്പതറ്റിക് ഡിവിഷനും. സിമ്പതറ്റിക് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബിലൈസസ് ബോഡി സിസ്റ്റംസ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസസ്. അതായത് ഇപ്പോൾ പെട്ടെന്നൊരു നായിനെ കണ്ടു നമ്മൾ മുന്നിൽ, ഇപ്പം എനിക്കവിടെ രണ്ട് റെസ്പോൺസാണ് ഉണ്ടാവുക. ഒന്നുണ്ടെങ്കിൽ ഞാൻ പേടിച്ചിട്ട് തിരിഞ്ഞോടും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതിനെതിരെ ഫൈറ്റ് ചെയ്യും, അതായത് ഒരു കല്ലെടുത്ത് എറിയും. അപ്പോൾ ഈ രണ്ട് റെസ്പോൺസും പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. അതാണ് എന്ത് സിമ്പതറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പെട്ടെന്നൊരു ചൂടുള്ളത് മേലെ തൊട്ടു, ഇപ്പോൾ തൊട്ട ഉടനെ തന്നെ എന്ത് ചെയ്യും, ഞാൻ കൈ വലിക്കും. അതൊരു പെട്ടെന്ന് നടക്കുന്നൊരു റെസ്പോൺസാണ്. അതാണ് സിമ്പതറ്റിക് ഡിവിഷൻ എന്ന് പറയുന്നത്. പാരാസിമ്പതറ്റിക് ഡിവിഷൻ എന്ന് പറയുന്നത് പിന്നെ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് റെസ്പോൺസ്, അതായത് സാവകാശം, അതായത് നമ്മുടെ ബോഡീനെ നോർമലിലേക്ക് കൊണ്ടുവരുന്നതാണ് പാരാസിമ്പതറ്റിക്. ഇപ്പോൾ സിമ്പത്തറ്റിക്കും പാരാസിമ്പതറ്റിക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത യൂണിറ്റിൽ പഠിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നത്. ഇനി നമ്മൾ ചാപ്റ്ററിനകത്തേക്ക് പോവുകയാണ്. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 55 ഒരു ബോക്സ് കാണാൻ പറ്റും, കേസ് ഓഫ് ഫൈനസ് ഗേജ് എന്ന് പറഞ്ഞിട്ട്. ഒന്നുമില്ല, അതൊന്ന് വായിച്ചു നോക്കുക. അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേമസ് കേസ് ഓഫ് ബ്രെയിൻ ഇഞ്ചുറി ഇൻ ദ കേസ് ഓഫ് ഫീനസ് ഗേജ് എന്ന് പറയുന്നത് ഒരു 25-year-old ഫോർമൻ ആണ്. ഒരു റെയിൽവേ റോഡ് കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ പെട്ടെന്ന് ഇദ്ദേഹത്തിനൊരു ആക്സിഡൻറ്റ് പറ്റി. ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയൺ റോഡ് ഇയാളുടെ പിന്നെ നമ്മുടെ ബ്രെയിനിന് ഒരുപാട് പാർട്ടുണ്ട്, ലോബുകളുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് സെഷനിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഈ ലെഫ്റ്റ് പാർട്ടിൽ അത് പിയേഴ്സ് ചെയ്ത് കയറി. അങ്ങനെ ഇയാളുടെ ഫ്രണ്ടൽ ലോബിന് വലിയൊരു ഡാമേജ് പറ്റി. പക്ഷേ ഈ ആക്സിഡൻറ്റിന് ശേഷവും ഇയാൾ സർവൈവ് ചെയ്തു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാളുടെ ബിഹേവിയറിൽ നല്ല മാറ്റം ഉണ്ടായി. കാരണം ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നല്ലൊരു കൈൻഡ് പേഴ്സൺ ആയിരുന്നു ഈ ഗേജ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ആക്സിഡൻറ്റിന് ശേഷം ഇദ്ദേഹം ഭയങ്കര റൂഡാവുകയും അഗ്രസീവ് ആവുകയും ചെയ്തു. അപ്പോൾ അതൊരു എന്താണ്, ആ ലോബിൻ്റെ ഒരു ഡിസ്ഫങ്ഷൻ കാരണമാണ് സംഭവിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ബോഡി പാർട്സ്, അതായത് ഈ ബ്രെയിനിൻ്റെ ഓരോ പാർട്ടിനും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻ ഉണ്ട്. ആ ഫങ്ഷന് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബിഹേവിയറിലും അതേപോലെ തന്നെ ഫിസിയോളജിക്കലും ആയിട്ടുള്ള എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇനിയാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. Consist of the brain and spinal cord. It may thus be said that the system is located within the skull and the spine. These are the most important parts of the human body. They are very delicate structures, hence are protected in bone and covered with the help of meninges. Meninges are three main membranes or soft tissue layers that protect the central nervous system, called as the dura mater, arachnoid mater and pia mater. Another protective mechanism is the presence of colorless fluid known as cerebrospinal fluid that is found in the central canal of the spinal cord and cerebral ventricles of the brain that provides a protective cushion to the brain and spinal cord. Patients whose cerebrospinal fluid is drained in some way suffer from intense headaches and intense pain with jerking their heads. Then in case of tumor, the fluid accumulates in the ventricles and causes the walls of the ventricles as well as the brain to expand. This condition is known as hydrocephalus. It is cured by removing the tumor and draining out the excess fluid from the ventricles. Brain integrates inputs from the sensory receptors and delivers the motor output of the effectors. It is also involved in the complex functions as regulation of heart rate, breathing, consciousness, cognitive functions, etc. The spinal cord is placed within the spinal columns. Okay, അപ്പോൾ എന്താ പറയുന്നത്, വീണ്ടും പറയണേ, ഒരു പോയിന്റ് പോലും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റം നമ്മൾ പറഞ്ഞു ബ്രെയിനും സ്പൈനൽ കോഡുമാണ്. അപ്പം ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഹോൾ ബോഡി എന്താ പറയുക റെഗുലേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. അപ്പോൾ അതിനെങ്ങനെ വെറുതെ ഇട്ടേക്കരുത്. അപ്പോൾ അത്രയ്ക്കും വലിയൊരു പ്രൊട്ടക്ഷൻ കിട്ടണം. അതുകൊണ്ട് തന്നെ നമ്മുടെ തലയ്ക്ക് നല്ല ഹാർഡായിട്ടുള്ളൊരു സബ്സ്റ്റൻസ് കൊണ്ടാണ് ഇതാക്കിയിരിക്കുന്നത്. അതാണ് സ്കൾ എന്ന് പറയുന്നത്. എന്നിട്ടും ഇതിനൊരു പിന്നെ ഒരു ലെയറിലാണ്, ഒരു 3 ലെയർ സോഫ്റ്റ് ടിഷ്യൂ ലെയറിലാണ് ഈ ബ്രെയിന് കിടക്കുന്നത്. അപ്പോൾ ഈ കവറിങ്ങിനാണ് നമ്മൾ മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസ് 3 ലെയറായിട്ടാണുള്ളത്. അതിൽ ഇന്നർമോസ്റ്റ് ലെയർ, അതായത് ബ്രെയിനോട് അടുത്തെടുക്കുന്ന ലെയറിനാണ് പയാമേറ്റർ എന്നും, മിഡിലായിട്ടുള്ള ലെയറിന് അരക്നോയിഡ് മെംബ്രെയിൻ എന്നും, ഔട്ടറായിട്ടുള്ളതിന് ഡ്യൂരാമേറ്റർ. അപ്പോൾ ഡ്യൂരാമേറ്റർ, അരക്നോയിഡ് മാറ്റർ, പയാമേറ്റർ, പിന്നെ ബ്രെയിൻ, അങ്ങനെ ഒരു 3 ലെയറാണ് ഉള്ളത്. പിന്നെയുള്ളൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ വെൻട്രിക്കിൾസിൻ്റെ അകത്ത് എന്തുണ്ട്, ഈ ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. അതായത് നമ്മളിങ്ങനെ ഇപ്പോൾ എന്താ പറയുക,
പ്രഷർ ഫീൽ ചെയ്യില്ലേ, പ്രഷർ ഈ വാളിനോട് നല്ല പ്രഷർ ഫീൽ ചെയ്യില്ല. അപ്പോൾ ഈ നടുവിൽ ഈ ജെല്ലിലേക്ക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഉണ്ടാകുമ്പോൾ നമുക്കത് കുറയ്ക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉള്ളത്. അതേപോലെ തന്നെ സ്പൈനൽ കോഡിലും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഈ ഫ്ലൂയിഡ് ഉണ്ട്. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇൻറ്റൻസ് ആയിട്ടാൽ നല്ല ശക്തിയിലുള്ള തലവേദനയും നല്ല പെയിനും ഉണ്ടാവും. നമ്മളിങ്ങനെ ജേർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് ട്യൂമർ വരാൻ ചാൻസ് ഉണ്ട്. ട്യൂമർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്ലൂയിഡ് ഒന്നും കൂടെ അക്യുമുലേറ്റ് ചെയ്യുക, അപ്പം ബ്രെയിൻ എക്സ്പാൻഡ് ചെയ്യും. ആ ഒരു ഡിസീസിനെ പറയുന്ന പേരാണ് ഹൈഡ്രോസിഫാലസ് എന്ന്. അത് ട്യൂമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എടുത്ത് കളയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ്. അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് അതിനുണ്ട്. അപ്പോൾ അത്രയാണ് പറയുന്നത്. പിന്നെ സ്പൈനൽ കോഡ്, ഇനി നമ്മൾ മെയിനായിട്ട് പറഞ്ഞു ബ്രെയിനും സ്പൈനൽ കോഡുമാണ്. അപ്പോൾ ബ്രെയിനെ കുറിച്ചും സ്പൈനൽ കോഡിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ സ്പൈനൽ കോഡ്, in the first session you learned about the major divisions of nervous system. You are also familiar with the cells of nervous system. So now we will focus on the structure and functions of the spinal cord. എന്താണ് സ്പൈനൽ കോഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ദ ഷേപ്പ് ഓഫ് ദ സ്പൈനൽ കോഡ് ഇസ് ഓവൽ ലൈക്ക് എ സിലിണ്ടർ ആൻഡ് അബൌട്ട് 45 cm ഇസ് ലെങ്ത് ഇൻ ആൻ ആവറേജ് പേഴ്സൺ. ഒരു ആവറേജ് പേഴ്സണിൽ പിന്നെ ഇവരുടെ നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 45 cm ആണ്. ഓക്കെ, ഇറ്റ് ഈസ് പ്ലേസ്ഡ് വിത്തിൻ ദ സ്പൈനൽ കോളം. The spinal cord is a very delicate structure, hence it is protected by the cranial bones and vertebrae that surround it. അപ്പം ഈ നമ്മൾ പറഞ്ഞു ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്ത പോലെ തന്നെ സ്പൈനൽ കോഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ സ്പൈനൽ കോഡ് കിടക്കുന്നത് സ്പൈനൽ കോളത്തിലാണ്. ക്രാനിയൽ ബോൺസും വെർട്ടിബ്രേ അറിയില്ലേ, അതും എന്തുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. There is a pair of spinal nerves attached to the spinal cord at 31 different levels of spine. സ്പൈനൽ കോഡിൻ്റെ 31 ലെവൽസിലും എന്ത് ചെയ്തിട്ടുണ്ട്, പെയർ ഓഫ് സ്പൈനൽ nerves അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. The pair of nerves, one is attached to the left and the other is attached to the right. It is also slightly tapered in the lower end. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ പറയുന്നത്. ഓക്കെ, there are two places where it bulges. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻഡിലോട്ട് വരുമ്പോൾ, അതായത് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുക, ടെക്സ്റ്റിൽ ഫിഗർ 3.4 ബി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻഡിലോട്ട്, അതായത് ബോഡി പാർട്ടിൻ്റെ അടിയിലോട്ട് വരുന്ന സമയത്ത് അതൊരു ടാപ്പറിങ് എൻഡാണ്. പിന്നെ there are two places where it bulges at the cervical region and other at the lumbar region. നിങ്ങൾ ആ ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്ത് അതിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നത് കാണാം. ഒന്ന് cervical റീജിയണിലും ഒന്ന് ലംബാർ റീജിയണിലാണ് ബൾജ് ചെയ്തിരിക്കുന്നത്. ഈ ലംബാർ റീജിയൻ ഏതാണ്, സർവൈക്കൽ റീജിയൻ ഏതാണ്, നിങ്ങൾക്ക് ആ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, then there are number of vertebrae that surrounds it. There are two deep grooves in the spinal cord in middle known as anterior median fissure and posterior median fissure. അപ്പോൾ നമ്മൾ ഇവിടെ there are two deep grooves in spinal cord. മിഡിലിൽ നമുക്ക് രണ്ട് ഗ്രൂവ് കാണാൻ പറ്റും. അതിലൊന്നിനെ നമ്മൾ ആൻറ്റീരിയർ മീഡിയൻ ഫിഷർ എന്നും മറ്റതിനെ പോസ്റ്റീരിയർ മീഡിയൻ സൾക്കസ് എന്നുമാണ് പറയുന്നത്. There are nerve roots that enter and leave the spinal cord. The dorsal nerve root helps to send the information from the sensory receptors up to the spinal cord, and ventral nerve root carries motor information from the spinal cord to the parts of the body. അപ്പോൾ നമുക്കതിൽ ഡോർസൽ നെർവ് റൂട്ടും കാണാം, വെൻട്രൽ നെർവ് റൂട്ടും കാണാം. നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, സ്പൈനൽ കോഡിൽ ഡോർസൽ വെൻട്രൽ റൂട്ടുണ്ട്, വെൻട്രൽ നെർവ് റൂട്ടുണ്ട്. ഡോർസൽ വെൻട്രൽ റൂട്ട് സെൻസറി റിസപ്റ്റേഴ്സിൽ നിന്ന് സ്പൈനൽ കോഡിലേക്കാണ് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത്. എന്നാൽ വെൻട്രൽ നെർവ് റൂട്ട് സ്പൈനൽ കോഡിൽ നിന്ന് ബോഡി പാർട്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കൊതുകിൻ്റെ കാര്യം ആലോചിച്ചാൽ കൊതുകിനെ കണ്ടു എന്നുള്ള ആ ഒരു സ്റ്റിമുലയും കൊണ്ട് മെസ്സേജ് പോകുന്നത് ഡോർസൽ നെർവ് റൂട്ടിലേക്കാണ്. കൈകൊണ്ട് അടിക്കുക എന്നുള്ള മെസ്സേജ് പോകുന്നത് വെൻട്രൽ നെർവ് റൂട്ടാണ് അത് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? Then from the cross section of spinal cord, it is evident that it comprises of two different areas, namely the grey matter and white matter. Sound disturbance ഉണ്ടോ? നല്ല മഴയാണ്, അതുകൊണ്ടാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് it comprises of two different areas, namely the grey matter and white matter. The inner core H-shaped area comprises of grey matter and mostly it consists of cell bodies and unmyelinated interneurons. The surroundings area comprises of white matter which constitutes myelinated axon. നമ്മുടെ ടെക്സ്റ്റിൽ ക്രോസ് സെക്ഷൻ കാണിക്കുന്നില്ല,
അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ആ എച്ച് ഷേപ്പ്ഡ് ഏരിയ ഗ്രേ മാറ്ററാണ്. ഗ്രേ മാറ്റർ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞില്ലെങ്കിലും ജസ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ മൈലിൻ ഷീത്തിൻ്റെ പ്രസൻസിനെ പറ്റി പറഞ്ഞിരുന്നു. അതായത് ആക്സോൺസിൽ മൈലിൻ ഷീത്ത് കവർ ചെയ്യുന്നുണ്ട്, ചിലതിനെ കവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ന്യൂറോണിൻ്റെ സ്ട്രക്ചറിൽ. അപ്പോൾ മൈലിനേറ്റഡ് ആയത് വൈറ്റ് കളറായിരിക്കും. മൈലിനേറ്റഡ് ന്യൂറോൺസ് വൈറ്റ് കളറായിരിക്കും. അൺമൈലിനേറ്റഡ് ആണെങ്കിൽ അത് ഗ്രേ കളറാവും. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്പൈനൽ കോഡിൻ്റെ ഒരു എച്ച് ഷേപ്പ്ഡ് ഏരിയ എന്ന് പറയുന്നത്, ഇന്നർ എച്ച് ഷേപ്പ്ഡ് കോഡ് എന്ന് പറയുന്നത് ഗ്രേ മാറ്ററാണ്. എന്ന് വെച്ചാൽ അത് അൺമൈലിനേറ്റഡ് ഇൻ്റർന്യൂറോൺസ് ആണ് അവിടെ ഉള്ളത്. പിന്നെ സറൗണ്ടിങ് ഏരിയ എന്ന് പറയുന്നത് വൈറ്റ് മാറ്ററാണ്, വിച്ച് കോൺസിഡർഡ് മൈലിനേറ്റഡ് ആക്സോൺസ്. മനസ്സിലായോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. Next is functions of the spinal cord. Spinal cord is responsible for the simple reflexes that take place in the body. The neurons of the spinal cord are responsible for sending information to the brain from the sensory receptors and to deliver the information received from the brain to the muscles and other glands of the body. Thus it integrates information coming to and going from the brain and other regions in the body. It also functions as a reflex center, as it takes care of ascending and descending tracts to and from the spinal cord. To say more clearly, the ascending tracts take the impulses towards the brain, while the descending tracts carry impulses from the brain to the spinal cord to other muscles of the glands in the body. അതായത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ജസ്റ്റ് ബേസ് മനസ്സിലാക്കുക. ഓക്കെ, അതായത് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വലിയ തലപ്പത്ത് നിൽക്കുന്ന ഒരാൾ, ഇപ്പോൾ വലിയ മന്ത്രിയാന്ന് വിചാരിച്ചോ, പ്രസിഡൻ്റ് ആയിരിക്കട്ടെ. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് തലപ്പത്തിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അതിന് താഴെയുള്ള വൈസ് പ്രസിഡൻറ്റോ അങ്ങനെയുള്ളവർ അവരതിന് നേരെ തൊട്ട് താഴെയാണ്. അപ്പോൾ ഈ പ്രസിഡൻറ്റിൽ നിന്ന് വരുന്ന മെസ്സേജസൊക്കെ ജനങ്ങളിൽ എത്തിക്കുകയും അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഈ വൈസ് പ്രസിഡൻറ്റിനാണുള്ളത്. പക്ഷെ ചില കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഈ വൈസ് പ്രസിഡൻറ്റും ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടാവും. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അല്ലേ, ചില ഡിസിഷൻസ് അങ്ങ് എല്ലാം പോയിട്ട് പ്രസിഡൻറ്റിനോട് ചോദിച്ചിട്ട് ചെയ്യണമെന്നില്ല. ചിലത് ഇവർക്കും ഇയാൾക്കും ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അല്ല, അതിനുള്ളൊരു അനുവാദം ഉണ്ടാവും. അതേപോലെ ബ്രെയിനിൽ നിന്നുള്ള എല്ലാ മെസ്സേജസും സ്പൈനൽ കോഡ് വഴിയാണ് മറ്റ് ബോഡി പാർട്സിലേക്ക് എത്തുന്നത്. ബോഡി പാർട്സിൽ നിന്നുള്ള മെസ്സേജ് ബ്രെയിനിലേക്ക് എത്തുന്നതും അതുവഴിയാണ്. പക്ഷെ ചില സമയത്ത് ബ്രെയിനിലേക്ക് കൊടുക്കണ്ട, ഈ സ്പൈനൽ കോഡിന് തന്നെ എന്ത് ചെയ്യാം, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ പെട്ടെന്ന് ചൂടുള്ളൊരു സാധനം തൊട്ടു. സോ ചൂടുള്ള സാധനം തൊട്ടെന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മൾ കൈവലിക്കുന്നുണ്ട്. അത് നമ്മളോട് സ്പൈനൽ കോഡാണ് പറയുന്നത്, അല്ലാതെ ആ മെസ്സേജ് ബ്രെയിനിലേക്ക് എത്തുന്നില്ല. അതിൻ്റെ മുന്നേ സ്പൈനൽ കോഡ് നമ്മളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ കൈവരിക്കണം. കാരണം അത്രയും പെട്ടെന്ന് വേണ്ട ഒരു റിഫ്ലക്സ് ആക്ഷനാണത്. മനസ്സിലായോ? അപ്പോൾ സ്പൈനൽ കോഡാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബ്രെയിനിൽ നിന്നും മറ്റ് ബോഡി പാർട്സിലേക്കും ബോഡി പാർട്സിൽ നിന്ന് ബ്രെയിനിലേക്കും ഇൻഫർമേഷൻ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ it also functions as a reflex center. It takes care of ascending and descending tracts to and from the spinal cord. അതിൽ നമുക്ക് കാണാൻ പറ്റും അസെൻഡിങ് ട്രാക്റ്റും ഡിസെൻഡിങ് ട്രാക്റ്റും ഉണ്ട് സ്പൈനൽ കോഡിന്. അപ്പോൾ ഈ അസെൻഡിങ് ട്രാക്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് ഇമ്പൾസസ് ടുവേർഡ്സ് ദ ബ്രെയിൻ. അതായത് ബ്രെയിനിലേക്ക് പോകേണ്ട ഇമ്പൾസസിനെ ടേക്ക് ചെയ്യുന്നത് ആരാണ്? അസെൻഡിങ് ട്രാക്റ്റാണ്. ഡിസെൻഡിങ് ട്രാക്റ്റ് കെയർ ചെയ്യുന്നത് ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡ് വഴി മസിൽസിലേക്കും മറ്റ് ഗ്ലാൻഡ്സിലേക്കും എത്തേണ്ട മെസ്സേജസ് ആണ് ഡിസെൻഡിങ് ട്രാക്റ്റ് കെയർ ചെയ്യുന്നത്. അസെൻഡിങ് ട്രാക്റ്റ് ബോഡി പാർട്സിൽ നിന്ന് ബ്രെയിനിലേക്കും ബ്രെയിനിൽ നിന്ന് ബോഡി പാർട്സിലേക്കുള്ളത് ഡിസെൻഡിങ് ട്രാക്റ്റുമാണ്. ഓക്കെ, ബണ്ടിൽ ഓഫ് നെർവ്സ് ടുഗെദർ ഈസ് നോൺ ആസ് എ ട്രാക്റ്റ്. എന്താണ് ഈ ട്രാക്റ്റ്? അസെൻഡിങ് ട്രാക്റ്റ് ഡിസെൻഡിങ് ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബണ്ടിൽ ഓഫ് നെർവ്സ് ആണ്. കാരണം എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാ? എല്ലാ മെസ്സേജസും ക്യാരി ചെയ്യുന്നത് ആരാ? നെർവ്സ് ആണ്. നമ്മൾ സ്ട്രക്ചർ പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? എങ്ങനെയാണ് അവർ മെസ്സേജസ് ട്രാൻസ്ഫർ ആക്കുന്നത്? അല്ലെ, സിനാപ്റ്റിക് ലെഫ്റ്റും കാര്യങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? ഓക്കെ, ദെൻ ഈച്ച് ട്രാക്റ്റ് സെർവ്സ് വൺ മേജർ ഫങ്ഷൻ. Spinothalamic tract includes the axons that originate from the cell bodies of the neurons located in the spinal cord that end in the thalamus.
These tracts are responsible for sensory functions including sensations of touch, pain and temperature. അപ്പോൾ സ്പൈനോതലാമിക് ട്രാക്റ്റ് എന്ന് പറയുന്നുണ്ട്. ഈ സ്പൈനോതലാമിക് ട്രാക്റ്റ് എന്ന് പറയുന്നത് ഇതിലുള്ള ന്യൂറോൺസ് പിന്നെ എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്, സ്പൈനൽ കോഡും പിന്നെ എൻഡ് ചെയ്യുന്നത് എവിടെയാണ്, നമ്മൾ തലാമസ്, ഹൈപ്പോതലാമസ്, അത് ബ്രെയിനിൻ്റെ പാർട്ടാണ്, നമ്മൾ പഠിക്കും. അപ്പോൾ അവിടേക്കാണ് ഈ സ്പൈനോതലാമിക് ട്രാക്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് ഇവരെന്താ ചെയ്യുന്നത്, റെസ്പോൺസിബിൾ ഫോർ സെൻസറി ഫങ്ഷൻസ് ഇൻക്ലൂഡിങ് ടച്ച്, പെയിൻ, ടെമ്പറേച്ചർ, ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ സ്പൈനോതലാമിക് ട്രാക്റ്റാണ്. റെഗുലേറ്റ് ചെയ്യുന്നതല്ല, ആ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് ഈ സ്പൈനോതലാമിക് ട്രാക്റ്റാണ്. പിന്നെ there are major ascending tracts of the spinal cord that serves important functions as lateral spinothalamic tract is responsible for pain, temperature and touch. Anterior spinothalamic tract is involved in the crude touch and pressure. അപ്പോൾ ഈ സ്പൈനോതലാമിക് ട്രാക്റ്റ് തന്നെ വിവിധ ഭാഗങ്ങളാണുള്ളത്, ലാറ്ററൽ, ആൻറ്റീരിയർ, അങ്ങനെയൊക്കെ. അപ്പം ലാറ്ററൽ സ്പൈനോതലാമിക് ട്രാക്റ്റ് എന്തിനെയാണ്, പെയിന്, ടെമ്പറേച്ചറിനൊക്കെ. ആൻറ്റീരിയർ സ്പൈനോതലാമിക് ട്രാക്റ്റ് ആണെങ്കിലോ പിന്നെ ക്രൂഡ് ടച്ച് ആൻഡ് പ്രഷർ, അതൊക്കെ. പിന്നെ ഫാസിക്കുലർ ഗ്രാസിലിസ് ഈസ് ഇൻവോൾവ് ഇൻ ടച്ച് ആൻഡ് കോൺഷ്യസ് കിനസ്തേഷ്യ. കിനസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിരിക്കുന്ന പോസ്റ്ററിനെ കുറിച്ച്, മൂവ്മെൻറ്റിനെ കുറിച്ചും ബോധമുണ്ടാവുക. അപ്പോൾ കോൺഷ്യസ് കിനസ്തേഷ്യ. ആൻഡ് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സ്പൈനോ സെറിബെല്ലർ ട്രാക്ട് ഈസ് ഇൻവോൾവ് ഇൻ സബ് കോൺഷ്യസ് കിനസ്തേഷ്യ. ഓക്കെ, എന്താണ് സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഇൻട്രഡക്ഷൻ ഓഫ് സൈക്കോളജിയിൽ പറയുന്നുണ്ട്. കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും. കോൺഷ്യസ് എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട്, ഓക്കെ. പിന്നെ അൺകോൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറിയാത്തൊരവസ്ഥയിൽ, അബോധാവസ്ഥയിൽ, ഓക്കെ. പിന്നെ അപ്പോൾ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സ്പൈനോ സെറിബെല്ലർ ട്രാക്ട് ഈസ് ഇൻവോൾവ് ഇൻ സബ് കോൺഷ്യസ് കിനസ്തേഷ്യ. മേജർ ഡിസെൻഡിങ് ട്രാക്ട്സ് ഓഫ് സ്പൈനൽ. അപ്പം ഏതൊക്കെയാണ് മേജർ അസെൻഡിങ് ട്രാക്റ്റ് ആയിട്ട് പറഞ്ഞത്? മേജർ അസെൻഡിങ് ട്രാക്ട് ഓഫ് ദ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് ലാറ്ററൽ സ്പൈനോതലാമിക്. എന്തിനെയാണ് റെസ്പോൺസിബിൾ ആവുന്നത്? പെയിന്, ടെമ്പറേച്ചർ, ടച്ച്. പിന്നെ ആൻറ്റീരിയർ സ്പൈനോതലാമിക് ട്രാക്ട് എന്തിനാണ്? ക്രൂഡ് ടച്ച് ആൻഡ് പ്രഷർ. ഫാസിക്കുലർ ഗ്രാസിലിസ് എന്തിനാണ്? ടച്ചിനെയും അതേപോലെ തന്നെ കോൺഷ്യസ് കെനസ്തേഷ്യക്കും. ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സ്പൈനോ സെറിബെല്ലർ ട്രാക്റ്റ് ആണെങ്കിൽ സബ് കോൺഷ്യസ് കെനസ്തേഷ്യ. അപ്പോൾ ഇതൊക്കെയാണ് ആൻറ്റീരിയർ ട്രാക്റ്റ്. ഇനി ഡിസെൻഡിങ് ട്രാക്റ്റിന് എക്സാമ്പിളാണ് ലാറ്ററൽ ആൻഡ് ആൻറ്റീരിയർ. ഓക്കെ, ലാറ്ററൽ ആൻഡ് ആൻറ്റീരിയർ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റ് involved in voluntary movement, muscle contraction of hands and feet, medial reticulospinal. ഓക്കെ, അപ്പം ലാറ്ററൽ ആൻഡ് ആൻറ്റീരിയർ കോർട്ടിക്കോസ്പൈനൽ ട്രാക്റ്റ് ഉണ്ട്. ഇതെന്തിനാണ് ഇൻവോൾവ് ചെയ്യുന്നത്? മസിൽ കോൺട്രാക്ഷൻ ഓഫ് ഹാൻഡ് ആൻഡ് ഫീറ്റ്, പിന്നെ വളണ്ടറി മൂവ്മെൻറ്റ്, അതൊക്കെ. പിന്നെ മീഡിയൽ റെറ്റിക്കുലർ സ്പൈനൽ ട്രാക്റ്റ് എന്തിനാ? ഇൻഹിബിറ്ററി ഇൻഫ്ലുവൻസ് ഓഫ് മോട്ടോർ ഫങ്ഷനിങ്. While lateral reticulospinal tract have a facilitatory influence on the motor neurons. അതായത് നമുക്ക് ചെയ്യേണ്ട, ഇൻഹിബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. അപ്പോൾ മോട്ടോർ ന്യൂറോൺസിൻ്റെ ഒരു ഇൻഹിബിറ്ററി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് മീഡിയൽ റെറ്റിക്കുലോസ്പൈനൽ ട്രാക്റ്റ്. എന്നാൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ് ലാറ്ററൽ റെറ്റിക്കുലോസ്പൈനൽ ട്രാക്റ്റ്. ഓക്കെ, then rubrospinal tract helps in coordinating body movement and posture. ബോഡി മൂവ്മെൻറ്റും പോസ്റ്ററും ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് റുബ്രോസ്പൈനൽ ട്രാക്റ്റാണ്. അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെറിയ നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത്രമാത്രം നിങ്ങൾ ആലോചിക്കുക. അസെൻഡിങ് ട്രാക്റ്റും ഉണ്ട്, ഡിസെൻഡിങ് ട്രാക്റ്റും ഉണ്ട്. അസെൻഡിങ് ട്രാക്റ്റ് എന്ന് പറയുന്നത് ബ്രെയിനിൽ നിന്ന് മറ്റ് ബോഡി പാർട്സിലേക്ക് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്ന ന്യൂറോൺസാണ്. ഡിസെൻഡിങ് ട്രാക്റ്റ് എന്ന് പറയുന്നത് ഇമ്പൾസസ്, ബ്രെയിനിൽ നിന്നുള്ള ഇമ്പൾസസ് സ്പൈനൽ കോഡ് വഴി മസിൽസിലും ഗ്ലാൻസിലേക്കും, അതായത് മറ്റ് ബോഡി പാർട്സിലേക്ക് എത്തിക്കുന്നതാണ്. ഈ അസെൻഡിങ്ങിൻ്റെ മേജർ എക്സാമ്പിൾ പറയുന്നത് ആണ് ലാറ്ററൽ സ്പൈനോതലാമിക് ട്രാക്റ്റ്. എന്തിനാണ് റെസ്പോൺസിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെയിന്, ടെമ്പറേച്ചർ. ആൻറ്റീരിയർ സ്പൈനോതലാമിക് ട്രാക്റ്റ് ക്രൂഡ് ടച്ച് ആൻഡ് പ്രഷർ. ഫാസിക്കുലർ ഗ്രാസിലിസ് ഇൻവോൾവ് ഇൻ ടച്ച് ആൻഡ് കോൺഷ്യസ് കിനസ്തേഷ്യ. പിന്നെ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സ്പൈനോ സെറിബെല്ലർ ട്രാക്റ്റ് ഇൻവോൾവ് ഇൻ സബ് കോൺഷ്യസ് കിനസ്തേഷ്യ. അപ്പോൾ ഇതൊക്കെയാണ് ആൻറ്റീരിയർ ട്രാക്റ്റിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി ഡിസെൻഡിങ് ട്രാക്റ്റിന് ലാറ്ററൽ ആൻഡ് ആൻറ്റീരിയർ കോർട്ടിക്കോസ്പൈനൽ ട്രാക്റ്റ് എന്തിനാ? വളണ്ടറി മൂവ്മെൻറ്റിനും പിന്നെ ഫീറ്റിൻ്റെ ഹാൻഡിൻ്റെ ഒക്കെ മസിൽ കോൺട്രാക്ഷനും. പിന്നെ മീഡിയൽ റെറ്റിക്കുലോസ്പൈനൽ ട്രാക്റ്റ് മോട്ടോർ ഫങ്ഷനിങ്ങിനെ ഇൻഹിബിറ്ററി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ലാറ്ററൽ റെറ്റിക്കുലോസ്പൈനൽ ട്രാക്റ്റ് facilitatory influence on the motor neurons.
പിന്നെ റുബ്രോസ്പൈനൽ ട്രാക്ട് ബോഡി മൂവ്മെൻറ്റും പോസ്റ്ററും കോർഡിനേറ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. Spinal cord also serves as a reflex center for many reflexes. It is a center of the reflex arc where incoming sensor impulses are converted into outgoing motor impulses. Thus, it may be said that spinal cord plays an important role of being the integrated center in the brain, being responsible for great posture, reflexes, reaction to noxious stimuli, etc. ഇത്രേ പറയുന്നുള്ളൂ. അതായത് റിഫ്ലെക്സ് ആർക്ക്, റിഫ്ലെക്സ് എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ എക്സാമ്പിളാണ്. ആ ചൂടിനെ തൊടുന്നില്ലേ, അപ്പോൾ അത്രയും പെട്ടെന്ന് കൈവലിക്കണം എന്നുള്ള മെസ്സേജ് മോട്ടോർ ന്യൂറോൺസ് വഴി അയക്കുന്നത് സ്പൈനൽ കോഡാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാർട്ട് ബ്രെയിൻ ആണ്. ബ്രെയിൻ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളാണ്, കുറച്ചേ എടുത്തിട്ടുള്ളൂ. സ്പൈനൽ കോഡിൻ്റെ ഒരു ലാസ്റ്റിലേക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ വരും. എന്നാൽ 2-3 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുകയും 2 ടൈം എൻ്റെ ക്ലാസ് കേൾക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഇന്ന് തന്നെ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ എക്സാമിനൊക്കെ ഡിസംബറിനാണ് ഈ ജനുവരി ബാച്ചിന് എക്സാം വരുന്നതെന്ന് തോന്നുന്നു. ഇനി കുറച്ച് സമയമേ ഉള്ളൂ. ഞാനും ക്ലാസ്സസൊക്കെ സ്പീഡപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് പേഴ്സണൽ റീസൺസ് കാരണമാണ് എന്തായത് അപ്ലോഡ് ചെയ്യാൻ ലേറ്റായത്. പിന്നെ നമുക്ക് ബ്രെയിനും ബ്രെയിനിൻ്റെ പാർട്സും പിന്നെ ലോബ്സ് ഓഫ് സെറിബ്രൽ കോർട്ടക്സ്, ബ്രെയിൻ പ്രോസസ്സിങ് റിലേറ്റഡ് ടു കോൺഷ്യസ്നെസ്, കുറച്ച് ഡിസീസും ലാസ്റ്റിലേക്ക് കുറച്ച് ഡിസീസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ നാളെ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ.